കുട്ടികളെ പിടിച്ച അമ്മൂമ്മ. മഹാവികൃതികളാണ് മാർക്കോയും സമോയും. ഒരിക്കൽ ചന്തയിൽ നിന്ന് വന്നപ്പോ അച്ഛന്റെ കയ്യിൽ വിശേഷപ്പെട്ടൊരു പലഹാരം ഉണ്ടായിരുന്നു. അച്ഛനത് മാർക്കോയ്ക്കും സമോയ്ക്കും തുല്യമായി വീതിച്ചു കൊടുത്തു. ഹായ്, നല്ല രുചി, എനിക്ക് ഇനിയും വേണം. കഴിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, പലഹാരം തീർന്നു. അച്ഛൻ പറഞ്ഞു. ഇത് കേട്ടപ്പോ കുട്ടികൾ കരയാൻ തുടങ്ങി. ഒടുവിൽ അവരെ സമാധാനിപ്പിക്കാൻ അച്ഛൻ പറഞ്ഞു, നമുക്ക് കാട്ടിൽ പോയി ബ്ലൂബെറി പറിക്കാം. അങ്ങനെ അവർ കാട്ടിലെത്തി. ഞാൻ വിറകു വെട്ടിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പഴങ്ങൾ പറിക്കാം, അച്ഛൻ പറഞ്ഞു. കുട്ടികൾ സമ്മതിച്ചു. പക്ഷെ അച്ഛൻ പോയതും മാർക്കോയും സമോയും ബ്ലൂബെറികൾ ശേഖരിക്കാൻ ഉൾക്കാട്ടിലേക്ക് നടന്നു. കുറെ കഴിഞ്ഞപ്പോ നല്ല മഞ്ഞ് വീഴ്ച തുടങ്ങി. അവർക്ക് വഴിതെറ്റി. അയ്യോ മാർക്കോ, ഇനി നടക്കാൻ വയ്യ, സമോ പറഞ്ഞു. കാട്ടില് മഞ്ഞ് പെയ്യുമ്പോ കാട്ടിലെ അമ്മൂമ്മ കുട്ടികളെ പിടിച്ച് സൂപ്പ് വയ്ക്കുമെന്ന് നീ കേട്ടിട്ടില്ലേ? വേഗം വീട്ടിലെത്തണം. ഇതും പറഞ്ഞ് മാർക്കോ തിരിഞ്ഞു. പെട്ടെന്നൊരു ചാക്ക് അവരെ മൂടിക്കൊണ്ട് തലയിൽ വന്നു വീണു. അയ്യോ, കാട്ടിലെ അമ്മൂമ്മ നമ്മളെ പിടിച്ചടാ. കുട്ടികൾക്ക് മനസ്സിലായി. കുറെ കഴിഞ്ഞ് ചാക്ക് തുറന്നപ്പോ അവര് കണ്ടു മുന്നിൽ വലിയൊരു സൂപ്പ് പാത്രം. വേഗം പാത്രത്തിലേക്ക് ഇറങ്ങി നിൽക്ക, അമ്മൂമ്മ പറഞ്ഞു. ഞങ്ങൾക്ക് പാത്രത്തിൽ ഇറങ്ങാൻ അറിയില്ലല്ലോ, അമ്മൂമ്മ കാണിച്ചു തരാമോ? കുട്ടികൾ ചോദിച്ചു. ദാ ഇങ്ങനെ. ഉടനെ അമ്മൂമ്മ അടുത്തിരുന്ന വേറൊരു വലിയ പാത്രത്തിൽ ഇറങ്ങിയിരുന്നു. ഇത് തന്നെ തക്കം. കുട്ടികൾ വേഗം വലിയൊരു അടപ്പെടുത്ത് പാത്രം മൂടി. എന്നിട്ട് അതിന്റെ മുകളിൽ വലിയൊരു തടി കഷ്ണം എടുത്തു വെച്ചു. പിന്നെ ഒരു നിമിഷം പോലും കളയാതെ അവര് പുറത്തേക്ക് ഓടി. മഞ്ഞ് വീഴ്ച കുറഞ്ഞിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവരന്വേഷിച്ച് അച്ഛനും വന്നു. അവര് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു.